അങ്ങനെ ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായി. ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം, അടുത്ത ചോദ്യം. ഏതായാലും അയാൾ കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കാറ്റിലൊക്കെ പോകുമായിരിക്കാം. ഇതിനെതിരെ സാധ്യത കുറവാണ്. കോടതിയെ സമീപിക്കാൻ സാധ്യത കാരണം ശക്തമായ തെളിവുകളോട് കൂടിയാണ് ഇയാളെ സസ്പെൻഡ്. ഡിജിറ്റൽ തെളിവുകളുണ്ടല്ലോ ഇയാൾക്കെതിരെ. അതെ, ഡിജിറ്റൽ തെളിവുകളെന്ന് ഉദ്ദേശിക്കുന്ന വാട്സപ്പ് ചാറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇനി അടുത്ത നടപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇയാൾക്കെതിരെ വേറെ കുറേ കേസിലുള്ള അന്വേഷണം വരുന്നുണ്ട്. അത് ഓരോന്ന് പടിപടിയായിട്ട് വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവം ഇയാളുടെ ഈ ADGP സ്ഥാനത്ത് നിന്ന് DGP ആകാനുള്ള ആ ഒരു സമയപരിധിക്കുള്ളിൽ, അതായത് 3 വർഷം കൂടിയുണ്ട്. 2029 വരെയാണ് ഇയാൾക്ക് സർവീസുള്ളത്. അതിനോടകം തീർത്താൽ തീരാത്ത വിധമുള്ള വകുപ്പ് തല നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് എന്നാണ് കിട്ടുന്ന സൂചന. പക്ഷേ ഈ കേസിൽ നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തന കേസ് മാത്രം എടുത്ത് ചർച്ച ചെയ്താൽ, ഈ രക്ഷാപ്രവർത്തന കേസിൽ ഈ കേസ് ഡയറി തിരുത്തിയതിനും ഈ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനുമൊക്കെ ആയിട്ട് ഒരു FIR വീഴാനുള്ള സാധ്യതയുണ്ട്. അതങ്ങനെ ഒരു FIR വേണ്ടി വരും. അതാണ് ഇതിൻ്റെ യഥാർത്ഥ നടപടിക്രമം. അല്ല, അതും ചെയ്യണമല്ലോ. കാര്യം ഇയാൾ സർവീസ് ഇരുന്നുകൊണ്ട് പിന്നെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിനാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് അധികാര ദുർവിനിയോഗമുണ്ട്. അതുപോലെ തന്നെ ഈ കേസ് ഡയറി തിരുത്തുക എന്ന് പറയുന്നത് ഗുരുതരമായ കേസ് ഡയറി തിരുത്തിയത് ഏത് സാഹചര്യം? സാധാരണ ഒരു കേസ് ഡയറി ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാക്കുന്ന ഒരു കേസ് ഡയറിക്ക് പിന്നീട് അതിനകത്ത് തിരുത്തലുകൾ വരാറില്ല. ആ കേസ് ഡയറി അതേ രീതിയിലാണ് നിലനിൽക്കുന്നത്. ഇനി പുതിയ അന്വേഷണം വന്നാൽ അതിന് പഴയ കേസ് ഡയറിയെ അവലംബിച്ചുകൊണ്ട് പുതിയ അന്വേഷണത്തിന് പുതിയ കേസ് ഡയറി ആയിരിക്കും. ഇല്ല, വലിച്ചേറി കളയുന്നല്ല. ഇത് തിരുത്താൻ പാടില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം, അജിത് കുമാറിൻ്റെ മുമ്പിൽ മുട്ടുവറച്ച 3 DYSPമാർ കൂടി ഇതിനകത്ത് പണി വരുന്നുണ്ട്. ഒരു KP തോംസൺ, അതുപോലെ തന്നെ ഒരു KS അരുൺ, പിന്നെ ഒരു സുനിൽ രാജ്. ഇങ്ങനെ ഈ 3 പേർക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, ഇയാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. ഇയാൾക്ക് ഈ ഉദ്യോഗസ്ഥരെ എന്തും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇയാൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഒന്നുകിൽ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട 2 കാര്യമാണ്. സാറേ, എനിക്കിത് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഇന്നിപ്പോൾ രാവിലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, പാലായിലോ മറ്റോ ഉള്ള ഒരു ആളുടെയാണ്, എന്തോ ഒരു സന്ദീപ് എന്നങ്ങണ്ട് പറഞ്ഞിട്ട്. ഇങ്ങനെ ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മറച്ചു നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഇയാൾ ഈ സന്ദീപ് എന്ന് പറയുന്ന ആളെ ഒരു പെണ്ണ് കേസിൽ കൊടുക്കാൻ വേണ്ടി ഇയാൾ നേരിട്ട് ഇടപെട്ട് ഈ പാലാ SHOയെ വിളിക്കുന്നു. നേരിട്ട് വിളിക്കുകയാണ്. നേരിട്ട് വിളിച്ചിട്ട് അയാൾ ഡയറക്റ്റ് മോണിറ്ററിംഗ് ആണ്. നേരിട്ട് വിളിച്ചിട്ട് ഈ വ്യാജ പരാതിയിൽ FIR ഇടുന്നു. FIR ഇട്ടിട്ട് ഈ പറയുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇയാൾ നിരന്തരം ഈ പാലാ SHOയെ വിളിക്കുകയാണ്. അപ്പോൾ പാലാ SHO ഇയാളോട് പറയുന്നു, സാറേ, ഇത് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നിയമവിരുദ്ധമാണ്, ഇതിനകത്ത് തെളിവുകളൊന്നുമില്ല, അതൊന്നും വേണ്ട, തന്നോട് അറസ്റ്റ് ചെയ്യാനല്ലോ, താൻ അറസ്റ്റ് ചെയ്ത് അകത്തിടാനാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ SHO ഇത് ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് ഈ യുവാവ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുണ്ട്. അപ്പോൾ ഈ ജാമ്യത്തെ എതിർത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇയാൾ മേളിൽ നിന്ന് വിളിച്ച് SHOയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ എങ്ങനെ ഇത് റിപ്പോർട്ട് എഴുതണം, എങ്ങനെ ഇയാളെ. എന്നിട്ട് ഈ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ച് പിന്നാലെ ഇയാൾ SHOയെ വിളിക്കുകയാണ്. എന്താ ഇവിടെ ഹൈക്കോടതിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞ ആ പരാതിക്കാർ പരാതി ഇയാൾ അറിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ഹൈക്കോടതി ജാമ്യ ഹർജി എന്നപ്പോഴേ ഹൈക്കോടതിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി വ്യാജ കേസാണ്. ഹൈക്കോടതി ആ രീതിയിൽ പരാമർശം നടത്തിയപ്പോഴേ ഇയാൾ പരാതി പിൻവലിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ SHO കൃത്യമായ നടപടി എടുത്തില്ല, ഈ യുവാവ് എത്ര ദിവസം അകത്ത് കിടന്നു. ആലോചിച്ച് നോക്കൂ, ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാനത്തുള്ള ADGP ഒരു SHOയെ വിളിച്ച് പറയാണ് ഒരുത്തൻ്റെ വല്ല പെണ്ണ് കേസെടുത്ത് അവനെ പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ ഫോൺ പിടിച്ചെടുക്കാൻ വിട്ടപ്പോൾ ഇയാളോട് പറഞ്ഞിരുന്നത്, അവിടുത്തെ SHOയെ ഡയറക്റ്റ് അയാൾ വിളിച്ചോണ്ടിരുന്നത്, അയാളോട് പറഞ്ഞിരുന്നത് എന്താണ്? ആ SHOയോട് പറഞ്ഞിരുന്നത്, അവൻ്റെ വീട്ടിൽ ചെന്ന് കയറി വലിയ പോലീസ് സേനയുമായിട്ട് ചെല്ലണം, വീട് വളഞ്ഞിട്ട് വീട്ടിനുള്ളിൽ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നിങ്ങൾ നടത്തണമെന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട്? ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവരുടെ ആരെയും കിണ്ടിയും ഇത് മോഷ്ടിച്ചു, ഉള്ള കാര്യം ഉള്ളതുപോലെ റിപ്പോർട്ട് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ വീട്ടിൽ കയറണം, വീടിനകം എല്ലാം വലിച്ചിട്ട് അലങ്കോലമാക്കണം, വീടിനകം എല്ലാം വലിച്ചു പറിച്ച് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ വിടുന്നത്. ഈ SHOയ്ക്ക് എന്നെ അറിയാം. അപ്പോൾ ഈ SHOയ്ക്ക് എന്നെ അറിയാം, പത്തനംതിട്ടയുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്നെ അറിയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എൻ്റെ അനുവാദമില്ല എൻ്റെ വീട്ടിൽ കിടക്കത്തില്ല. എൻ്റെ അടുത്ത് പോയി SHO വന്നിട്ട് രാവിലെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് തലയെ ചൊറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞങ്ങളൊന്ന് കയറി നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അവർ ചുമ്മാ കയറി എപ്പുറത്തോടെയൊക്കെ നോക്കി വെച്ചാൽ അവരിറങ്ങിപ്പോകും. അപ്പോഴെല്ലാം ഇയാൾക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ വിളിക്കുകയാണ്. നമ്മുടെ ഓഫീസിൽ നടക്കുന്ന സമയത്തും
ഇവിടുത്തെ നമുക്കത് ആരെന്നും സംശയം തോന്നിയപ്പോഴേ, കാരണം ഇവർ സാർ 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 എന്ന് വിളിച്ച് ഒരു വളരെ ഭവ്യത കാണിക്കണം ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരെ. ഇയാൾ വിളിക്കുന്ന തന്നെ ആയിരിക്കും അത്. ഇയാളത് എന്നിട്ട് എന്താ പറ്റി നമ്മളെ വിളിക്കുന്നു, സ്റ്റേഷനിൽ ചെല്ലുന്നു പറഞ്ഞാൽ അവിടുത്തെ DYSP നമുക്ക് വലിയ ആളാണ്. പുള്ളി എന്നോട് പറഞ്ഞു ഒരു കാര്യമില്ല, ഇവന്മാർ നമ്പരാണ്, ഇവന്മാർ ചുമ്മാ മേളിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുക, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. എന്നോട് പൊക്കോളാൻ പറഞ്ഞ് ഞാനും പോന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പത്തനംതിട്ട SP വിളിച്ച് ഇയാളെ ചേംബറിൽ വരുത്തി. അതായത് നാട്ടിൽ പോയ പത്തനംതിട്ട SP ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ, ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഇയാൾ വിളിക്കുന്നു, ഇയാൾ ഡയറക്റ്റ് ഇയാളുടെ ഓഫീസിൽ വിളിക്കുന്നു, വിളിച്ച് വരുത്തിയിട്ട് അയാളെ ഫയർ ചെയ്യുന്നു. എളുപ്പം ചെന്ന് അവൻ്റെ ഫോൺ പിടിക്കാം, കാരണം നിങ്ങളുടെ നിങ്ങളുടെ കീഴിലുള്ളവന്മാർ ഫോൺ പിടിച്ചിട്ടില്ല, എളുപ്പം പിടിക്കാം. അങ്ങനെ പിടിക്കാൻ പറഞ്ഞാട്ടാണ് ഇയാൾ വന്ന് പിന്നീട് നമ്മളെ വിളിച്ചിട്ട് ഫോൺ എടുത്തുകൊണ്ട് പോകും. എൻ്റെ വീട്ടിൽ നെടുമങ്ങാട്ട് എൻ്റെ കുടുംബ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ അമ്മ അന്ന് ഹോസ്പിറ്റലിൽ സുഖമില്ലായിരുന്നിട്ട് 84 ദിവസമുള്ള അമ്മ ഹോസ്പിറ്റലിൽ വിട്ട് വന്നിട്ട് 3-4 ദിവസം ആയിട്ടുള്ളായിരുന്നു. നമുക്കെല്ലാം വയ്യായിരുന്നു. അപ്പോൾ അനിയത്തി മലപ്പുറത്ത് ജോലിയായിരുന്നു, അനിയത്തിയുടെ മകനുണ്ടായിരുന്ന വീട്ടിൽ സഹായിക്കുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരോട് പോയ ശേഷം എന്നെ വിളിച്ച് വീടൊക്കെ എവിടെയെന്ന് ചോദിച്ചു, വീടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവർ വീട്ടിൽ ചെല്ലുന്നു. എന്നിട്ട് പക്ഷേ അവൻ എന്നെ വിളിച്ച ഉദ്യോഗസ്ഥനടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ ഹരാസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ വീടൊക്കെ പരിശോധിച്ചിട്ട് അവർ രസകരമായ ഒരു കാര്യം പറഞ്ഞത്, 3 മണിക്കൂർ ഇവിടെ മെനക്കെടുത്തിക്കാനാണ് അവിടെ നിർദ്ദേശം വന്നിരിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അവർ പോലീസ് മര്യാദക്കാരോട് കുറച്ച് നേരത്തിട്ട് അവരങ്ങ് പോയി പരിശോധിച്ചിട്ടൊക്കെ അവരങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് എൻ്റെ വീട് എവിടെ എന്നൊരു ചോദിക്കുകയാണ്. വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞില്ല, ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത്. പക്ഷേ തിരുവനന്തപുരം വീട്ടിൽ ചെന്നില്ല. ഒരു പക്ഷേ എൻ്റെ ഭാര്യ വക്കീലാണെന്നുള്ളതുകൊണ്ടായിരിക്കും അവരുടെ ചെല്ലാത്തത്. സെർച്ച് വാറണ്ടൊന്നും ഇല്ലല്ലോ പരിപാടി. എൻ്റെ അവിടെ സംഭവിച്ചതെന്നറിയോ, യുവമാർക്ക് സെർച്ച് വാറണ്ട് ഇല്ല, ഒരു കുന്തവും ഇല്ല, ഇവർ ഒരു അനുമതി എടുക്കാതാണ് വന്നത്. അവസാനം എന്ത് സംഭവിക്കുന്നു, ഞാനിത് കോടതിയിൽ പോകുന്നു ഇവർ വിചാരിക്കുന്നില്ല. ഞാൻ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വക്കീലുണ്ട്, അഡ്വക്കേറ്റ് ജയസൂര്യൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു സെർച്ച് വാറണ്ട് ഹാജരാക്കാം. അപ്പോൾ ഇല്ല. അപ്പോൾ ഇവർ കൊണ്ടു കൊടുത്ത വാറണ്ട് എന്താണെന്നറിയാമോ, പിറ്റേന്നെങ്ങാണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു വാറണ്ട് വെളുപ്പിനെ 3 മണിക്ക് ഇത് കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കോടതി രേഖകൾ പരിശോധിക്കുമ്പോഴൊക്കെ ഈ വാറണ്ട് ഇഷ്യൂ ചെയ്ത സമയം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവന്മാർ വ്യാജരേഖ ഉണ്ടാക്കി കോടതി കൊണ്ടു, പുള്ളി അത് പൊളിച്ചു, ഈ സംഭവം പൊളിച്ചു. ഇവരുടെ ഒരു നെട്ടോട്ടമാണ്. ഇവന്മാർ എങ്ങനെയാണോ നമ്മളെ പണിയാൻ വന്നത് നേരെ തിരിഞ്ഞ് ഇവരുടെ നെട്ടോട്ടമാണ്. കാരണം എന്താ, നടപടിക്രമങ്ങളൊന്നും പാലിച്ചത്. പിന്നെ പ്രധാനമായും കോടതി ചോദിച്ച ഒരു ചോദ്യം, എന്തിന് ഒരു കേസിൽ പ്രതിയല്ലാത്ത ഒരാളുടെ വീട്ടിൽ എന്തിന് കയറി? നിങ്ങൾ വീട്ടിൽ കയറി നോക്കുക, നിങ്ങൾ പ്രതിയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സംശയത്തിൽ നിങ്ങൾ എന്നിട്ട് നോക്കുന്നു, അതിന് സെർച്ച് വാറണ്ട് വേണമല്ലോ. രണ്ടാമത് അതിന് പ്രതിയെ പോയ വഴിന് ഇയാളുടെ ഫോൺ എന്തിനാ നിങ്ങൾ പിടിച്ചതെന്ന് ചോദിച്ചു. അവനും മറുപടിയില്ല, അത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അവിടെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം ഈ സംഭവത്തിൽ. ശരിക്കും ഈ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന കേസ് ഡയറി ഇവിടെ കൊണ്ടുവന്ന് വരുന്നുണ്ട്, തിരുത്താൻ ആവശ്യപ്പെടുന്നു. ആരാണ് ആവശ്യപ്പെടുന്നത്? ADGP ആവശ്യപ്പെടുന്നു, ഗ്രേഡ് SI മാർ മുഖേന. അവർ എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് ഈ കേസ് ഡയറി തിരുത്തിക്കുന്നു. റഫറൽ റിപ്പോർട്ട് ഇയാൾ ഫോണിലൂടെ പറഞ്ഞു. അവിടെയാണ് ഇയാൾ കുടുങ്ങിയത്. മാത്രമല്ല ഇവർ കാണിച്ച ഏറ്റവും വലിയ വൃത്തികേടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വനിതാ ജീവനക്കാരുടെ വീടുകളിൽ ചെന്ന് കാണിച്ച് തോന്നിയ ദിവസമാണ്. അതെ, അതാണ് ഏറ്റവും വൃത്തികേടായി തോന്നിയത്. അവർ ഒരു മര്യാദയില്ലാത്ത രീതിയിൽ ഈ വലിയമ്മ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഈ അന്ന് കാണിച്ച ഈ പരാക്രമം കാണിച്ച ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ ഇപ്പോഴും. സത്യം പറഞ്ഞാൽ അവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരേണ്ടതാണ്. ഇനിയും വരും, പുറകെ ഓരോന്ന് വരുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വ്യാജ കേസുകൾ അടക്കം ഇതിനകത്ത് അന്വേഷണത്തിൽ വരും. അപ്പോൾ ഇപ്പം P. വിജയൻ്റെ കേസ് വരുന്നുണ്ട്, അതിൻ്റെ പുറകെ ഓരോ കേസുകളും ഇയാൾ പിണറായിക്ക് വേണ്ടി കളിച്ച് എടുത്ത കേസുകളെല്ലാം തന്നെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഉടനെ ഒന്നും സസ്പെൻഷനിൽ നിന്ന് വിമുക്തനാകുന്ന ലക്ഷണമൊന്നുമില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഇതാണ്, ഇയാൾക്കെതിരെ FIR എടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗരെ വിളിച്ചു ചേർത്തി ഗൂഢാലോചനയാണ് നടത്തിയത്. ഇവരെ വിളിച്ചു വരുത്തി കേസ് ഡയറി തിരുത്താൻ പറഞ്ഞു. അതിനുവേണ്ടി ഇയാൾ അവിടെ ഈ ആൾക്കാരെ വിളിച്ച് പോലീസ് ക്ലബ്ബിൽ വരുത്തി ഇവരെ മൊത്തം വെച്ച് ആലോചിച്ചോ കാര്യങ്ങൾ ചെയ്തു. രണ്ടാമത് ഇയാളുടെ പണി പാളിയത് എവിടെയാണെന്നറിയാം. ഇയാൾ ഈ വയനാട്ടിൽ രക്ഷാദൗത്യത്തിലായിരുന്നു എന്നാണ് ഇയാൾ റിപ്പോർട്ട് എഴുതി കൊടുത്തത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷെ അവിടെയാണ് അയാൾക്ക് പണി പാളി. അവിടെ പണി പാളി എന്താണെന്ന് വെച്ചാൽ ഈ വയനാട്ടിലുണ്ടായിരുന്ന ഈ പ്രതികൾ മുഴുവൻ, ഈ തലക്കടിച്ച പ്രതികൾ പിണറായി വിജയൻ്റെ കൂടെ വയനാട്ടിലുണ്ട്. പിണറായി വിജയൻ അവിടെ ഉണ്ട്, ഈ യുവാക്കളുടെ തലക്കടിച്ച പ്രതികൾ അവിടെ ഉണ്ട്, ഈ ADGP അവിടെ ഉണ്ട്. വീണ്ടും അവിടെ ഒരു കൂടിയാലോചനയ്ക്കുള്ള വകുപ്പ് ഒരുങ്ങുന്നു. അതിലൊക്കെ ഉപരി ഇയാൾ അവിടെ നിന്നുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയച്ചു. ഇങ്ങനെ ഈ രീതിയിൽ എന്തായിരുന്നു ഇയാൾ പ്രധാനമന്ത്രി വരുന്നതിന് വയനാട്ടിൽ പോയനാണെന്ന് ഓർക്കണം. അവിടെ നിന്നുകൊണ്ടാണ് ഇയാൾ ഈ സാധനം പറയുന്നത്. ഈ ഡിജിറ്റൽ തെളിവ് ഇയാൾ വിചാരിച്ച ഇതങ്ങ് നശിപ്പിക്കാമെന്ന്. പക്ഷേ ഇത് പോലീസുകാരുടെ ഫോണിലുണ്ടായിരുന്നു. എനിക്കൊന്ന് മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവന്മാരത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇയാൾ അതറിയാം, കാരണം ഇയാൾ ക്രിമിനലാണെന്നുള്ള അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇയാൾ
പിന്നെ നമ്മുടെ തലയ്ക്ക് വെച്ചിട്ട് ഇയാൾ തടി വെപ്പെന്ന് ഓർക്കുന്നതായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഡിജിറ്റൽ തെളിവുകൾ വന്നുകൊണ്ടാണ് നമ്മളൊക്കെ വിചാരിച്ചതുപോലെ നമ്മളൊക്കെ വിചാരിച്ച സസ്പെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ സസ്പെൻഷനിലേക്ക് നീങ്ങാൻ കാരണം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം ചോദിച്ചിരുന്നു. അപ്പോൾ അന്നേരം അദ്ദേഹം കൊടുത്ത നിയമോപദേശം ഇതാണ്, പിന്നെ ഈ ഡിജിറ്റൽ തെളിവുകളുണ്ട്, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവുണ്ട്, മാത്രമല്ല ഒരു കേസ് അട്ടിമറിക്കുകയാണ്, ഒരു കേസ് മാറ്റി എഴുതി അട്ടിമറിക്കുകയാണ്. അതായത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഒരു IPS ഉദ്യോഗസ്ഥൻ കേന്ദ്ര സർവീസ് ചട്ടങ്ങളുടെ കീഴിൽ വരുന്നയാളാണ്, അയാളുടെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മറ്റൊരു ഉദ്യോഗസ്ഥർക്കും ഇയാൾ കൊടുക്കാത്ത ഒരു കാര്യം ഇയാൾക്ക് ഇവിടെ കിട്ടി. അത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പാളിച്ച. സ്വാഭാവിക നീതി MR അജിത്കുമാറിന് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അയാളോട് വിശദീകരണം ചോദിച്ചതിന് ശേഷം സസ്പെൻഡ് ചെയ്തു. മറ്റൊരു വിശദീകരണം ഇല്ല. വേറെ ഒരു ഉദ്യോഗസ്ഥരെ ഈ MR അജിത്കുമാറിന്റെ കാലത്ത് ഇവിടെ ഇയാൾക്ക് ദേഷ്യം വരുന്ന, അയാൾക്ക് കലിപ്പുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം അയാൾ അപ്പോഴപ്പോൾ സസ്പെൻഡ് ചെയ്യുകയാണ്. അതിന് യാതൊരു സ്വാഭാവിക നീതി അവർക്ക് കൊടുത്തിട്ടില്ല. സ്വാഭാവിക നീതി എന്നൊരു സംഭവം അയാൾ ചെയ്തിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. അങ്ങനെ ചെയ്ത ഒരാളാണ്. പക്ഷേ ഇവിടെ അയാൾക്ക് സ്വാഭാവിക നീതിയെങ്കിലും ലഭിച്ചു. അതെങ്കിലും അയാൾ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം. എന്താണെങ്കിലും ഇയാൾക്കെതിരെ അധികാര ദുർവിനിയോഗത്തിനും ഈ രേഖകൾ നശിപ്പിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും കേസെടുക്കണം. ഈ തെളിവുകൾ നശിപ്പിച്ചതിന് കേസെടുക്കുക, FIR ഇടാവുന്നതാണ്. ഈ ഉദ്യോഗസ്ഥരെല്ലാം പ്രതികളാവും. ഇയാളെക്കാളും വലിയ കൊടിയേറ്റിയ ജയറാം മെഡിക്കൽ ഉൾപ്പെടെയുള്ളവർ പണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെ, അതെല്ലാം കിടന്നിട്ടുണ്ട്. പിന്നെയാണ് ജാമ്യം കിട്ടിയത്. അതുകൊണ്ട് 2 ദിവസമെങ്കിലും അവിടെ പോയി കിടക്കുന്നത് നല്ലതായിരിക്കും. FIR ഇയാൾക്കെതിരെ വേണം. നിരപരാധികളാണ് ഇമാതിരി ഉപദ്രവിച്ചിട്ടുള്ളത്. FIR ഉണ്ടാവണം. ഈ കേസ് തെളിവ് നശിപ്പിച്ചതിന് ഇയാൾക്കെതിരെ FIR ഉണ്ടാവണം. ഇയാൾ ന്യായമായിട്ടും തെളിവ് നശിപ്പിച്ചതിന് സസ്പെൻഷനിലായെങ്കിൽ തുടരന്വേഷണം ഉണ്ടാകണം. അതിൽ FIR ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് പിന്നെ നടപടി. ഇപ്പൊ എല്ലാവരും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ കൈയടിക്കുന്നുണ്ട്. കയ്യടിയൊക്കെ കൊള്ളാം. പക്ഷേ അന്ന് പൂഴ്ത്തിവെച്ച് DGP പൂഴ്ത്തിവെച്ചിരുന്ന റിപ്പോർട്ട് ഒന്ന് ചോദിച്ച് മേടിക്കത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ പണിയല്ലെന്ന് പറഞ്ഞ പാർട്ടികളാണെന്ന് ഓർത്തു. എല്ലാവരും ഓടിയവരാണ് പലരും. അന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്ന് ചെന്നിത്തല ഓടിയ ഓട്ടം നമുക്കറിയാം. അതുകൊണ്ട് ചെന്നിത്തലയൊന്നും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. സംഭവം എന്താണെങ്കിലും ഒരു നടപടി ഉണ്ടായി, അതിൽ വലിയ സന്തോഷമുണ്ട്.